സെയിൽ 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 സ്റ്റുഡിയോയിൽ ഇപ്പോൾ വമ്പൻ സെയിൽ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ അല്ലേ? ഈ ജനുവരി 1 മുതൽ 31 വരെ ആയിരുന്നു സെയിൽ ഉണ്ടായിരുന്നത്. ഇനി വെറും 2 ദിവസം കൂടിയേ ഉള്ളൂ സെയിൽ. അപ്പോൾ എല്ലാവരും വേഗം തന്നെ പോയി നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ മറക്കരുത്. പക്ഷെ ഞങ്ങളും അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ പോയപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. കാരണം നിങ്ങൾക്കറിയാം, ഞങ്ങള് കഴിഞ്ഞ മാസം തായ്ലൻഡ് ട്രിപ്പിൽ പോകാൻ വേണ്ടിയിട്ട് കുറേ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഷോപ്പിംഗ് ചെയ്ത സാധനങ്ങളൊക്കെ 799, 899 ഒക്കെ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇപ്പൊ 199, 299 വരെ കിട്ടുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറെ സങ്കടം തോന്നി. എന്നാലും പുതിയ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പുതിയതായിട്ട് വന്നിട്ടുള്ള കുറെ സാധനങ്ങള്. പിന്നെ നമുക്ക് ഷൂസ്, ചെരുപ്പുകള്, പിന്നെ എന്താ കുട്ടികളുടെ ഡ്രസ്സസുകള് എല്ലാം എല്ലാം ജെൻസിന്റെ എല്ലാത്തിനും നല്ല വമ്പൻ ഓഫേഴ്സ് ആയിരുന്നു. അപ്പൊ നമ്മളും ഒന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കര തിരക്ക് മാത്രമല്ല, ഈ വാങ്ങിയിട്ട് സെലക്ട് നോക്കിയിട്ടുള്ള ആൾക്കാർ എന്നാ ചെയ്യുന്നുള്ളൂ, ഈ സാധനങ്ങൾ മുഴുവൻ താഴെ ഇടുന്നു, അല്ലെങ്കിൽ അവിടെ എല്ലാം കൂട്ടി ഇടുന്നു. നമുക്കൊരു കംഫർട്ട് ഉണ്ടായിരുന്നില്ല പോയി സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം സ്റ്റുഡിയോയിലാണ്. കോട്ടയം സ്റ്റുഡിയോനെ കഴിഞ്ഞ് കൂടുതലായിട്ടുള്ള കളക്ഷൻസ് എറണാകുളത്തുള്ള പല സ്റ്റുഡിയോകളിലും ഉണ്ട്. അപ്പൊ എനിക്ക് എറണാകുളത്തുള്ള സ്റ്റുഡിയോയിലും ഒന്ന് പോകണം എന്ന് ആഗ്രഹമുണ്ട്. കോട്ടയത്താണെങ്കിൽ കുർത്തീസിന്റെ കളക്ഷൻസ് ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് കാലിയായിരുന്നു. കാരണം എല്ലാവരും അതൊക്കെ പെറുക്കിയിട്ട് പോയി. കാരണം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നായിരുന്നു ആദ്യമൊക്കെ. ഞാൻ കൂടുതൽ സമയം നോക്കുന്നത് കിഡ്സിന്റെ സെക്ഷനിലാണ്. എനിക്ക് കിഡ്സിന്റെ ഉടുപ്പുകളൊക്കെ നല്ല ഇഷ്ടമാണ്. കാരണം ഈ ഒരു ക്ലൈമറ്റിൽ പിള്ളേർക്ക് വീട്ടിലിടാൻ പറ്റുന്നതും പുറത്തിടാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരുപാട് ഡ്രസ്സസ് ഉണ്ട്. ഇപ്പൊ സ്റ്റുഡിയോയിൽ മാത്രമല്ല, മറ്റുള്ള പല ഔട്ട്ലെറ്റ്സുകളിലും ഇപ്പൊ സെയിൽ നടന്നുകൊണ്ടിരിക്കുവാണ്. വെസ്റ്റ് സൈഡിലാണെങ്കിലും മാക്സില്, ട്രെൻഡ്സില് ഒക്കെ ഇപ്പോൾ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിങ്ങനെ എല്ലായിടത്തുനിന്നും നമുക്ക് മെസ്സേജസ് വരുമല്ലോ. അപ്പൊ ഞാൻ സ്റ്റുഡിയോ കഴിഞ്ഞിട്ട് നേരെ ട്രെൻഡ്സിലേക്ക് പോയി. ട്രെൻഡ്സിൽ നിന്നാണ് എനിക്ക് കൂടുതലും ഡ്രസ്സസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം. നല്ല നല്ല ഡ്രസ്സസ്, നല്ല കോട്ടൺ ഡ്രസ്സസ് നമുക്ക് ട്രെൻഡ്സിൽ നിന്ന് കിട്ടും. എനിക്കാണെങ്കിൽ കോട്ടൺ ഡ്രസ്സസ് ആണ് കൂടുതലായിട്ട് കംഫർട്ട് ആയിട്ടുള്ളത്. ഇവിടെയും പല സാധനങ്ങൾക്കും 50% ഓഫർ ഉണ്ട്. നമ്മൾ ഒരെണ്ണം എക്സ്ട്രാ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 25% വേറെ ഓഫറും കൂടി ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ കുറെ ഡ്രസ്സസ് ഒക്കെ ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ സെയിൽസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പോയിട്ടില്ലെങ്കിൽ നമ്മുടെ കറക്റ്റ് സൈസസ് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും. ഒന്നെങ്കിൽ വെരി സ്മോൾ സൈസ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ വെരി ലാർജ് സൈസ് ആയിരിക്കും ഉണ്ടാവുക. നമ്മുടെ കറക്റ്റ് സൈസ് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും. ഞാനിവിടെ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്കിഷ്ടമുള്ളത്. അപ്പോൾ ഞാൻ നോക്കുന്നതൊക്കെ ഒന്നെങ്കിൽ സ്മോൾ സൈസ് ആയിരിക്കും, അല്ലെങ്കിൽ എക്സലും എല്ലും ഒക്കെ. എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്, ചില സ്മോൾ എനിക്ക് ചേരും, പിന്നെ എനിക്ക് വേണ്ടത് മീഡിയം ആണ്. അപ്പൊ മീഡിയം ഒക്കെ നോക്കിയിട്ട് അങ്ങനെ കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. തായ്ലൻഡിൽ പോവാൻ ഷോപ്പിംഗ് ചെയ്തപ്പോഴേക്കും അതൊരു നവംബറിലായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഇനി ഞാൻ ഒരു വർഷത്തേക്ക് ഞാൻ ഇനി ഷോപ്പിംഗ് ചെയ്യത്തേ ഇല്ല. കാരണം ഒരുപാട് ഡ്രസ്സസ് വാങ്ങിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഒരു വർഷത്തേക്ക് ഷോപ്പിംഗ് ചെയ്യത്തില്ല എന്നൊക്കെ വിചാരിച്ചു. സത്യമായിട്ട് ഞാൻ ഒരു വർഷത്തേക്ക് പിന്നെ ഷോപ്പിംഗ് ചെയ്തില്ല. 2024 പിന്നെ ഷോപ്പിംഗ് ചെയ്തേ ഇല്ല. ഇപ്പൊ 2025 ആയല്ലോ, അപ്പൊ നമുക്ക് ഇനി ഷോപ്പിംഗ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ട്രെൻഡ്സ് ആണെങ്കിൽ എനിക്ക് കോട്ടയം കഞ്ഞിക്കുഴിയിലുള്ള ട്രെൻഡ്സിനെ കഴിഞ്ഞും കൂടുതലായിട്ട് ഇഷ്ടം കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള ട്രെൻഡ്സ് ആണ്. അവിടെയാണ് എനിക്ക് കൂടുതൽ കളക്ഷൻസ് ഫീൽ ചെയ്തിരിക്കുന്നത് ലേഡീസിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഗ്രീൻ ഡ്രസ്സും പിന്നെ ഞാൻ ഒരു ബ്ലൂ ഡ്രസ്സും ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേറൊരു ഡ്രസ്സ് കൂടി എടുത്തു. അത് എനിക്ക് അത്രയ്ക്ക് തൃപ്തി ഇല്ലാതെ എടുത്തതാണ്. പക്ഷെ ഈ ഒരു ബ്ലൂ ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഫുൾ ലെങ്തിലുള്ളതാണ്. പക്ഷെ പ്രശ്നം ഇത് ലാർജ് സൈസ് ആയിരുന്നു. ഇതിന്റെ ഞാൻ കുറേ നോക്കി അവിടെ അതിന്റെ സ്മോൾ സൈസോ അല്ലെങ്കിൽ മീഡിയം സൈസോ ഉണ്ടോയെന്ന്. പക്ഷെ അതെനിക്ക് കിട്ടിയില്ല. എന്നിരുന്നാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ കയ്യിൽ എടുത്തിട്ടുണ്ട്. വീണ്ടും വേറെ 2-3 ഡ്രസ്സും കൂടി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ എവിടെ നോക്കിയാലും ഇങ്ങനെ വള്ളികൾ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെയുള്ളത് ഈ ഒരു ഗ്രീൻ ഡ്രസ്സായിരുന്നു. അത് നല്ല പ്യുവർ കോട്ടൺ ആണ്. പിന്നെ ഉണ്ടായിരുന്നത് ഈ ഒരു ബ്ലൂ ആണ്. ഈ ബ്ലൂ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഭയങ്കരമായിട്ട് ലൂസാണ്. എന്നാലും ഞാൻ ഒരു ഡ്രസ്സ് അതിനകത്ത് നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിലൊക്കെ തീരുന്നതിന് മുന്നേ എല്ലാവരും പോയി ഷോപ്പിംഗ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.